കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്കു കയറ്റാനുള്ള ദൗത്യം വൈകുകയാണ്. കിണറ്റിലെ വെള്ളം വറ്റിക്കുന്ന ആദ്യ നടപടി ഉടൻ ആരംഭിക്കും. തൃശൂരിൽ നിന്ന് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നതേ ഉള്ളൂ. ഉടുങ്ങാട്ടരിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൂരങ്കല്ലിലെ കൃഷിയിടത്തിലെ ഈ കിണറ്റിലാണ് കാട്ടാന വീണിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും കിണറ്റിനകത്ത് തന്നെയാണ്. ഏകദേശം ഒരു 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആന കിണറ്റിലായിട്ട്. രക്ഷാദൗത്യം ഇപ്പോഴും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വയനാട്ടിൽ നിന്നുള്ള RRT സംഘം ഇവിടേക്ക്, വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വനപാലകരുടെ വിദഗ്ധ സംഘവും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘവും ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് എത്തിക്കുന്ന തുടർ നടപടികളിലേക്ക് കടക്കുക. കാരണം പുറത്തേക്ക് ആനയെ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് തന്നെ വിടാൻ പറ്റില്ല. ഒരു കാരണവശാലും അതിനെ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതിന് മയക്കുവെടി ഉൾപ്പെടെയുള്ളവ വെച്ചിട്ട് വേണം അത്തരമുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഉള്ളത്. അപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കണം. അതിനായിട്ടാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെക്കണോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക. നാട്ടുകാർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ഏകദേശം ഒരു 5 വർഷത്തോളമായി ആനയുടെ വലിയ ശല്യം ഇവിടെ ഉള്ള ഒരു ഏരിയയാണ്. കാട്ടാന വലിയ ശല്യം ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇതുവരെയും അതിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. DFO ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സ്ഥലത്തുണ്ട്. DFO ഇവിടേക്ക് എത്തിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ കരയ്ക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആന ഇവിടുത്തെ മണ്ണ് ഉൾപ്പെടെ മറച്ചിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ആദ്യ നടപടികളിലേക്ക് കടക്കുകയാണ്. വലിയൊരു കാട്ടുകൊമ്പനാണ് കിണറ്റിലേക്ക് വീണിരിക്കുന്നത്. രാവിലെ മുതൽ ഉള്ള ആ ഒരു അക്രമ സ്വഭാവം ഇപ്പോഴും ആന കാണിക്കുന്നുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആനയുടെ ഒരു പകുതിയോളം വെള്ളമുള്ള, ഇവരൊക്കെ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന കിണറിലാണ്, സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറിലാണ് കാട്ടാന ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി വീണത്. ഇപ്പോൾ വെള്ളം അടിച്ചു കളയുന്നതിന്, ഈ കിണറ്റിലെ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുന്നതിനുള്ള ആദ്യ നടപടികളിലേക്ക് കടക്കുകയാണ് വനം വകുപ്പ്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ഏറെ മണിക്കൂറുകളായിട്ടും ദൗത്യം കാര്യമായി മുന്നോട്ട് പോകുന്നില്ല. അതിന് ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തേണ്ടതുണ്ട്. ആന സ്വന്തം നിലയ്ക്ക് കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുമില്ല. അത് കൂടുതൽ സമയം ആ ദൗത്യത്തിന് വേണ്ടിവരും എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.